ആരാണ് വിശുദ്ധര്, ആരാണ് ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്തവരെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ വിലയുള്ളതായി അവർ ദൈവത്തെ കണ്ടു. നമ്മളോട് എല്ലാവരോടും മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യം എന്താ? നീ അത് ഉപേക്ഷിക്കുക, നീ അത് ചെയ്യല്ലേ, ഇത് ഉപേക്ഷിക്കുക, ഇത് ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഉപേക്ഷിക്കാൻ എളുപ്പമാണോ? 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 എളുപ്പമല്ല. എപ്പോ ഉപേക്ഷിക്കുന്നറിയോ? ഇതിനേക്കാൾ വിലയുള്ളത് മറ്റൊരിടത്ത് കാണുമ്പോഴേ ഇത് ഉപേക്ഷിക്കുകയുള്ളൂ. ദൈവരാജ്യം അത് വയലിൽ നിധി ഒളിപ്പിച്ച് വെച്ചതിന് സദൃശ്യമാണെന്ന് പറയുന്നു. ഒരു വയലിൽ നിധി ഇരിക്കുന്നത് കാണുമ്പോൾ ഒരാൾ എന്ത് ചെയ്യും? മറ്റേത് പറമ്പും വിറ്റ് ഈ പറമ്പ് മേടിക്കും, ഈ വയൽ മേടിക്കും. എന്നാൽ ഈ വയലിൽ നിധി കാണാത്ത വ്യക്തി മറ്റ് പറമ്പ് വിൽക്കോ? ഒരാളോട് ഇത് ഉപേക്ഷിക്കുക, ഇത് ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ ആരും ഉപേക്ഷിക്കുന്നു പറയണത്? നീ ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിധിയായി അനുഗ്രഹമായി ദൈവത്തെ കാണാത്തവർക്കാർക്കും ജീവിതത്തിൽ ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഈ ദിവസം നിങ്ങളോടുള്ള പ്രാർത്ഥന ഇതാണ്: ജീവിതത്തിൽ ദൈവത്തെ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കണ്ടുമുട്ടണം. മുട്ടിയാൽ നിങ്ങൾ എന്തുപേക്ഷിക്കുക? അല്ലെങ്കിൽ ഒന്നും ഉപേക്ഷിക്കില്ല. വന്ന പോലെ എഴുന്നേറ്റ് പോകും.